ബോധി എന്ന പാണ്ടക്കുട്ടന് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. വർണ്ണച്ചിറകുകളുള്ള ഒരു കുഞ്ഞു പൂമ്പാറ്റ. അവർ ഒരുമിച്ച് കാട്ടിൽ ഓടിക്കളിച്ചു. ഒരു ദിവസം ആ പൂമ്പാറ്റ ആകാശത്തേക്ക് ഉയർന്നു പറന്നു. പിന്നെ തിരികെ വന്നില്ല. ബോധിക്ക് വലിയ സങ്കടമായി. അവൻ തൻ്റെ കൂട്ടുകാരിയെ എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ നിശബ്ദതയായിരുന്നു മറുപടി. അവൻ്റെ ലോകം ശൂന്യമായതുപോലെ തോന്നി. വിഷാദിച്ചിരിക്കുമ്പോൾ ഒരു നേർത്ത പ്രകാശം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രകാശത്തെ പിന്തുടർന്ന് അവൻ മുൻപെങ്ങും പോയിട്ടില്ലാത്തതിടത്തെത്തി. ആ വലിയ ആൽമരം അവനോട് സംസാരിക്കുന്നതായി തോന്നി. വാക്കുകളിലൂടെയല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ സ്നേഹവും സമാധാനവും നിറച്ചുകൊണ്ട്. മരം അവനൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. പൂമ്പാറ്റയുടെ നിറങ്ങൾ പൂക്കളിലും അതിൻ്റെ ലഘുത്വം ഇളം കാറ്റിലും അതിൻ്റെ നൃത്തം ഇലകളുടെ ആട്ടത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സ്നേഹം ഒരിക്കലും ഇല്ലാതാവുന്നില്ല, അത് രൂപാന്തരപ്പെടുന്നു. മരം അവനോട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരി നഷ്ടപ്പെട്ടിട്ടില്ല. അവൾ ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. ചുറ്റുമുള്ള ഓരോന്നിലും നിനക്ക് അവളെ അനുഭവിക്കാൻ കഴിയും. പ്രകൃതിയുമായുള്ള ഈ ആഴത്തിലുള്ള ബന്ധമാണ് ദൈവികമായ സ്നേഹം. ബോധി കണ്ണുകൾ അടച്ചു. കാറ്റ് വീശിയപ്പോൾ അവന് കൂട്ടുകാരിയുടെ ചിറകടി ഒച്ച കേട്ടു. പൂക്കളെ നോക്കിയപ്പോൾ അവളുടെ നിറങ്ങൾ ഓർത്തു. അവൻ പ്രപഞ്ചവുമായി ഒരു പുതിയ ബന്ധം തോന്നി. ബോധിയുടെ സങ്കടം മാറിയിരുന്നു. അവൻ്റെ ഹൃദയം സ്നേഹവും നന്ദിയും കൊണ്ട് നിറഞ്ഞു. യഥാർത്ഥ സ്നേഹബന്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു.